നമസ്കാരം. ഇന്ന് വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ള നോഹയുടെ കാലത്തെ ജലപ്രളയത്തെ പറ്റിയുള്ള ഒരു ചെറിയ വര നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ആദാമിൻ്റെ കാലം കഴിഞ്ഞ് വളരെ കൊല്ലങ്ങൾക്കു ശേഷമാണ് നോഹ ജീവിച്ചിരുന്നത്. ബൈബിളിൻ്റെ ആരംഭ കാലഘട്ടത്തിന് നൂറ്റാണ്ടുകളുടെ ദൈർഘ്യമുണ്ട്. ഇതിനിടയ്ക്കുള്ള സംഭവങ്ങളെ രണ്ട് കാലഘട്ടങ്ങളാക്കി തിരിച്ചിരിക്കുകയാണ്. ആദാം മുതൽ ജലപ്രളയം വരെ ഒന്നാമത്തെ കാലഘട്ടം, ജലപ്രളയം മുതൽ അബ്രഹാം വരെ രണ്ടാമത്തെ കാലഘട്ടം. ഈ ചരിത്രത്തെപ്പറ്റി ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു. ആദാമിൻ്റെ പാപം മൂലമുണ്ടായ മനുഷ്യവർഗത്തിൻ്റെ ദുഷ്ടതയും നന്മയേക്കാൾ കൂടുതൽ തിന്മയാണ് ദൈവജനതയുടെ ഹൃദയങ്ങളിൽ അധികമായി ഊറിക്കൂടിയത്. തിന്മ പെരുകിയപ്പോൾ അവർ ദൈവത്തെ അറിയാത്ത ജനതയായി മാറി. അതിനു പകരം ചെയ്യണം, അവരെ അതിൽ നിന്ന് മോചിപ്പിക്കണം എന്ന് ദൈവം ഉദ്ദേശിച്ചു. അങ്ങനെ അക്കാലത്ത് ദുഷ്ടന്മാരായി മനുഷ്യർ അങ്ങ് മാറി. സർവശക്തനും പ്രപഞ്ച സംരക്ഷകനുമായ ദൈവത്തെ പോലും പുച്ഛിക്കുന്നതിനും അപലപിക്കുന്നതിനും അക്കാലത്തെ മനുഷ്യർ തുനിഞ്ഞു. പക്ഷെ അവർക്ക് തെറ്റിപ്പോയി. ദൈവമെല്ലാം കാണുന്നുണ്ട്, നന്മയും തിന്മയും അത് രണ്ടും. അതിന് കണക്കെടുക്കേണ്ട ദിവസം അടുത്തിരിക്കുകയാണ്. ദൈവം നോഹയോട് പറഞ്ഞു, ഞാൻ സൃഷ്ടിച്ച മനുഷ്യനെ ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റാൻ പോവുകയാണ്. സകല ജഡത്തെയും നശിപ്പിപ്പാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. മരപ്പലകകൾ കൊണ്ട് നീ ഒരു പെട്ടകം നിർമ്മിക്കണം. അതിന് 300 മീറ്റർ നീളം, 50 മീറ്റർ ഉയരം, 30 മീറ്റർ ഉയരം, 50 മീറ്റർ വീതി, ആ അളവ് ദൈവം കൊടുത്തു. ഒരു നിര ജനൽ ഉണ്ടായിരിക്കണം. വാതിലൊരു വശത്ത് വെക്കുക. താഴെയും മുകളിലുമായി 3 നിലകൾ ഉണ്ടായിരിക്കണം. ആകാശത്തിന് കീഴിലുള്ള സർവ്വ ജീവജാലങ്ങളെ നശിപ്പിക്കുന്നതിന് ഭൂമിയിൽ ഞാൻ വലിയ ഒരു ജലപ്രളയം വരുത്തുവാൻ പോവുകയാണ്. നീയും ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും നിന്നോടുകൂടി പേടകത്തിൽ പ്രവേശിക്കണം. എല്ലാ ജന്തുക്കളിൽ നിന്ന് ആണും പെണ്ണുമായി 2 വീതത്തെ നീ പേടകത്തിൽ പ്രവേശിപ്പിക്കുവാൻ നോക്കണം. നിനക്കും അവർക്കും വേണ്ടുവോളം ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ച് സൂക്ഷിച്ചു കൊള്ളണം. നോഹയും മക്കളും ദൈവത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുവാൻ തുടങ്ങി. ആ പെട്ടകം പണിയാൻ വളരെ കാലം അവർക്ക് വേണ്ടി വന്നു. ആ പണി നടന്ന കാലത്ത് ദൈവം തൻ്റെ ജനതയിൽ കാരുണ്യം വർഷിക്കുകയായിരുന്നു. പെട്ടകം പണി ലോകത്തിന് വരാൻ പോകുന്ന ആപത്തിനെക്കുറിച്ച് ഉള്ളൊരു മുന്നറിയിപ്പായിരുന്നു. തങ്ങളുടെ പാപങ്ങളെപ്പറ്റി പശ്ചാത്തപിക്കുന്നതിന് മനുഷ്യർക്കൊരു അവസരം നൽകുകയായിരുന്നു.